ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. ഇവിടെ പറയുന്നത് ഒരു മനുഷ്യന് യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. എൻ്റെ മകന് ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശുവോട് പറഞ്ഞത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. യേശു ആ മകനെ കണ്ട് അവനുള്ള ഭൂതത്തെ ശാസിച്ചു. അവൻ സൗഖ്യമായി. ആ ഭൂതം അവനെ വിട്ടുമാറി. അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. നമ്മളുള്ള രോഗം അല്ലെങ്കിൽ നമ്മളുള്ള പ്രശ്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രശ്നം വലുതായി വരും. പിന്നെ ആ പ്രശ്നം നമ്മളെ മൂടിക്കളയും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിഷ്യന്മാർക്ക് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയില്ല. യേശു രോഗത്തെ ശാസിച്ച് സൗഖ്യമാക്കി. യേശു കണ്ടത് ആ മകനെ, പക്ഷെ ശിഷ്യന്മാർ കണ്ടത് ആ രോഗത്തെ കണ്ടത്. ഇന്ന് നമ്മൾ രോഗത്തെ താലോലിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പ്രശ്നങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലുതായി നമ്മളതിൽ മുഴുകിപ്പോവും. പക്ഷെങ്കിൽ പ്രശ്നങ്ങളുമായി രോഗങ്ങളുമായി ദൈവത്തിലേക്ക് നമ്മൾ അടുത്ത് വരാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് കർത്താവ് പറയാൻ കാര്യം എന്താ? കടുകുമണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര നിസ്സാരമായ ഒരു വിത്താ കടുകുമണി. കർത്താവ് നിസ്സാരമായതിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. യേശു യാത്ര ചെയ്യുവാനായിട്ട്, യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഉപയോഗിച്ച ഒരു കഴുത ആരും ഒരു ഉപയോഗമില്ലാത്ത, ആരും അത്ര ഗണ്യമാക്കാത്ത ഒരു ജീവി. പക്ഷെങ്കിൽ കർത്താവ് തിരഞ്ഞെടുത്തൊരു കഴുതയെ, ആ കഴുത അന്നു മുതൽ വിലയുള്ളതായി തീർന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായ ദൈവം തിരഞ്ഞെടുത്തത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളും. അവർ ദരിദ്രരാണെങ്കിലും ഒരു സാധ്യതയുണ്ട്, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ കടുകുമണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടുകുമണി ഒരു നിസ്സാര വിത്ത്, പക്ഷേങ്കിൽ അതിലൊരു സാധ്യതയുണ്ട്, അതിലൊരു വിശ്വാസമുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. വളരെ ചെറിയ ഒരു വിത്താണെങ്കിലും അതിൽ ജീവൻ്റെ മുകുളങ്ങളുണ്ട്. കടുമണിയുടെ വിശ്വാസം, കടുമണി പറയുക, ഞാൻ ആത്മീയ ചൈതന്യമുള്ള ഒരു ഭൂമിയിലാണ് എൻ്റെ വാസസ്ഥലം. ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. പ്രതികൂലങ്ങൾ മാറും, കാലാവസ്ഥ മാറും, അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും. ഒരു മുകുളങ്ങൾ നാമ്പുകളായി മാറും, അത് തണ്ടാകും, അത് മണ്ണിലേക്ക് വേരിറങ്ങും, ഇലകൾ, പൂക്കൾ ഇതെല്ലാം വിരിയും. അപ്പം ഈ നിസാര വിത്തിൻ്റെ പ്രതീക്ഷ വലുതാണ്. അപ്പം കർത്താവ് ചമച്ച ഈ മനുഷ്യനെ പറ്റി കർത്താവ് പറയുന്നത്, മനുഷ്യൻ ഇതിനേക്കാൾ എത്ര ശ്രേഷ്ഠനാണ്. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു കർത്താവ്. മത്തായി 15-ാം അധ്യായത്തിൽ ഒരു കനാന്യ സ്ത്രീയോട് പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ കനാന്യ സ്ത്രീ വന്നു. അവളോട് കർത്താവ് പറയുന്നു, നിൻ്റെ വിശ്വാസം വലുത്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. അപ്പം നമുക്ക് പ്രതീക്ഷകൾ മങ്ങിയെങ്കിൽ ദൈവം നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നവനാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന, ശ്രവിക്കുന്ന നിങ്ങൾക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളാൽ വലയുന്നവരുണ്ടെങ്കിൽ, എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നിനും സാധ്യതയില്ലെന്ന് കാണുന്നുണ്ട്, കർത്താവ് പറയുന്നു നിനക്ക് സാധ്യതയുണ്ട്. നിൻ്റെ പ്രതീക്ഷകൾ വാങ്ങിയിട്ടില്ല. കർത്താവ് വിടുവിക്കുന്നവനാ, രക്ഷിക്കുന്നവനാ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, പലവിധ ഭാരങ്ങളാൽ വലയുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടും പലവിധമായുള്ള പ്രശ്നങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. കുടുംബബന്ധം തകർന്നവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, അതുപോലെ മക്കളില്ലാത്തവർ, ഇങ്ങനെ പല ഭാരങ്ങളാൽ വലയുന്നവരുണ്ട്. അവരോടൊന്ന് കർത്താവ് പറയും, നിന്നിലൊരു സാധ്യതയുണ്ട്. നിൻ്റെ സാധ്യതകൾ അസ്തം വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കാര്യം അവരുടെ മേൽ പ്രവർത്തിക്കാൻ പോവുക. ഈ പ്രാർത്ഥന കേൾക്കുന്നവരിലും ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കൈകളെ ഉയർത്തുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക.
അതുകൊണ്ട് ഈ വചനത്തിലൂടെ കർത്താവ് ഒരു സാധ്യതയുണ്ടെന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഒരത്ഭുതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെ താഴ്ത്തുക. കർത്താവ് ഇത്രയും കാലം കർത്താവെ ഇത്രയും കാലം നിന്നെ അവിശ്വസിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ മാത്രം രക്ഷകൻ, നീ മാത്രം കർത്താവ്. എന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ക്രിസ്തു നിന്നിലൂടെ മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത ദൈവമാകിയ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.